ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് USKയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ടീറാക്കും ഫായും കൂടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങുന്നത് വരെയാണ്. അതിനുശേഷം രണ്ടുപേരും കൂടെ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം നോക്കിയതിന് ശേഷം ടീറാക്ക് അവനോട് പറയുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, കൈയുടെ മാത്രം ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ രണ്ടുപേരെയും കൈ അവിടെ എടുത്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നു. പക്ഷെ അവൻ ആദ്യം എടുക്കുന്ന ഫോട്ടോ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവൻ ഫായോട് പറയുന്നു, കുറച്ചുകൂടി ക്ലോസ് ആയിട്ടിരുന്നാൽ നല്ലതായിരിക്കുമെന്ന്. അപ്പം ടീറാക്ക് പ്രതീക്ഷിക്കാതെ ഫായാണെങ്കിൽ അവൻ്റെ കൈയുടെ മുകളിലേക്ക് കൈയെടുത്ത് വെക്കുന്നു. ഇത് കാണുന്ന ടീറാക്കിനാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട്. ആ സന്തോഷത്തോടെ തന്നെ ടീറാക്കാണെങ്കിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കുകയാണ്. അവനെ കണ്ണെടുക്കാത്ത ഫായി നോക്കുന്നുണ്ട്. രാത്രി വീട്ടിലിരിക്കുന്ന സമയം ടീറാക്കാണെങ്കിൽ അവരെടുത്ത ഫോട്ടോ തന്നെ നല്ല സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഫാ അവന് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്നെടുത്ത ഫോട്ടോയിൽ ഏത് ഫോട്ടോ പോസ്റ്റ് ചെയ്യട്ടെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നീ പോസ്റ്റ് ചെയ്യുന്നേ. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു ഓക്കെ എന്ന്. പിന്നെ അവരൊരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ചാറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കറക്റ്റ് ടൈമിൽ രണ്ടുപേരും ഫോട്ടോ പോസ്റ്റ് ചെയ്യണേ. എന്നിട്ട് ആ ഫോട്ടോ തന്നെ നല്ല സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ സമയം ഓയാണെങ്കിൽ ഇവർ പോസ്റ്റ് ചെയ്ത ഫോട്ടോ കണ്ടിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുകയാണ്. എന്തായാലും അവർക്കിട്ടെന്തോ പണിയാനായിട്ടുള്ള പ്ലാൻ ആയിരിക്കും ചിന്തിക്കുന്നത്. അടുത്ത ദിവസം ജോയിൻ ടൈപ്പ് ആണെങ്കിൽ ടീറാക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയം അവിടെ ടീറാക്ക് വരുന്നു. ടീറാക്കിനെ കണ്ടിട്ട് ജോയിൻ ടൈപ്പ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, നീ ചോദിക്കുക അല്ല നീ ചോദിക്കുന്നു. അത് കേട്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നു, അല്ല ഞാൻ ഇന്നലെ ഇട്ട പോസ്റ്റിനെ പറ്റിയാണോ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെന്ന്. അപ്പൊ ടൈപ്പ് പറയുന്നു, അതെ അതിനെപ്പറ്റി തന്നെയാ ചോദിക്കാനുള്ള. പിന്നെ ഒരു കാര്യം, നീ ഇത്രയും നാളും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ട് നീ ഇതിനെപ്പറ്റി ഒന്നും തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അത് കേട്ടിട്ട് ടീറാക്ക് പറയാണ്, അത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എന്ന്. അത് കേട്ടിട്ട് ടൈപ്പ് ചോദിക്കുന്നു, അല്ല പെട്ടെന്നുണ്ടായ ഒരു കാര്യം എങ്ങനെ ഇത്രയും പെട്ടെന്ന് പബ്ലിക് ആക്കുന്നത്? അതുപോലെ നിങ്ങൾ എന്ന് തൊട്ടാ ഡേറ്റ് ചെയ്ത് തുടങ്ങിയത്? പിന്നെ നീയാണോ ആദ്യം ഫായോട് പോയി സംസാരിച്ചത്, അതോ ഫായാണോ നിന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത്? അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് ടൈപ്പ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ ലീ കയറിയിട്ട് ചോദിക്കുകയാണ്, ടീറാക്ക് നീ സത്യമാണോ പറയുന്നത്? നിനക്കെൻ്റെ ചേട്ടനെ റിയൽ ആയിട്ടും ഇഷ്ടമാണോ എന്ന്. അപ്പം ടീറാക്ക് പറയുന്നു, അതേടാ എനിക്കിഷ്ടമാണ്. ടൈപ്പ് പറഞ്ഞതുപോലെ എനിക്കാണ് ആദ്യം ഫായോട് ഫീലിങ്സ് ഉണ്ടായത്, ഞാനാണ് അവനോട് അങ്ങോട്ട് പോയി സംസാരിച്ചിരുന്നത്. അപ്പം ടൈപ്പ് പറയാണ്, കണ്ടാടാ എല്ലാവരും ഫായെ കണ്ട് പേടിച്ചിരുന്നു, പക്ഷെ ഫായുടെ മനസ്സിലും ഒരാളെ ഇഷ്ടമായിരുന്നു എന്ന്. അപ്പം ഇവനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ടീറാക്ക് പറയാണ്, അയ്യോ എനിക്ക് സമയം താമസിച്ചു, ഞാൻ പോകുന്നു എന്ന്. ടീറാക്ക് പോകണമെന്ന് പറഞ്ഞത് കേട്ടിട്ട് അവൻ്റെ പിന്നാലെ ടൈപ്പും ജോയും പോകുന്നു. പക്ഷേ ലീ മാത്രം അവൻ പറഞ്ഞതൊന്നും തന്നെ വിശ്വസിക്കാതെ അവിടെ നിൽക്കുകയാണ്. അവിടെ ഫായാണെങ്കിൽ ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് അവൻ്റെ ഫ്രണ്ട്സും ആ ഫോട്ടോ കാണിച്ചിട്ട് ഇത് എന്തോന്നെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ ഞാനും ടീറാക്കും ഡേറ്റ് ചെയ്യുകയാണെന്ന്. ഫായുടെ മറുപടി കേട്ടിട്ട് അവർ പറയാണ്, എല്ലാ കാര്യങ്ങളും നീ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ബേബ് വരെയാണ്. ബേബിനെ കണ്ടിട്ട് ഹിയയും റിയോയും ആണെങ്കിൽ അയ്യോ ബേബ് വന്നേന്ന് പറഞ്ഞ് കുനിങ്ങിയിരിക്കുകയാണ്. ബേബി കോളേജിൽ നല്ല ഫേമസ് ആണെന്നാണ് തോന്നുന്നത്. അവളാണെങ്കിൽ ഫായോട് ചോദിക്കുന്നു, ഫാ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ടീറാക്കിനെയാണ്. അവനാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ പറ്റി എന്തൊക്കെയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് ബേബ് വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്ന, നീയും ഫായും ഫേക്ക് റിലേഷൻഷിപ്പിലാണോ? നീ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു, അല്ല ബേബ് നീ ഇതെങ്ങനെ അറിഞ്ഞെന്ന്. അപ്പോൾ അവൾ പറയുന്നു, എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഫാ തന്നെയാണ് പറഞ്ഞത്, പിന്നെ നീ എന്താ ഇതിനെപ്പറ്റി എന്നോട് നേരത്തെ പറയാതിരുന്നേന്നും അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ടീറാക്ക് പറയുകയാണ്, അത് പിന്നെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, എന്നെ ശല്യപ്പെടുത്തുന്നതൊന്നും നിർത്താനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ എൻ്റെ ചേച്ചിയല്ലേ, ഇതൊന്നും ആരോടും പറയല്ലേ, എന്നെ ഒന്ന് സഹായിക്കുക പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവൻ കെഞ്ചുന്നുണ്ട്. അങ്ങനെ അവസാനം ബേബാണെങ്കിൽ സമ്മതിക്കുന്നു, ഞാൻ ആരോടും പറയത്തില്ലെന്ന്. ഇത് കേൾക്കുന്ന ടീറാക്കിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാകുകയാണ്. അടുത്ത സീനിൽ റിയോ ആണെങ്കിൽ ഫായോട് ചോദിക്കുകയോ, ഫാ നിനക്കിപ്പോൾ ബോയ് ഫ്രണ്ടൊക്കെ ആയതുകൊണ്ടായിരിക്കുമല്ലേ നീ എപ്പോഴും ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതുപോലെ പെട്ടെന്നാണല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ നിങ്ങൾ പബ്ലിക് ആക്കിയത്. അല്ല നിങ്ങൾ എപ്പോഴാണ് ഡേറ്റ് ചെയ്ത് തുടങ്ങിയത്? ഞങ്ങളോട് ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പം ഫാ പറയുന്നു, ഞാൻ നിങ്ങളോട് ഇത് പറയാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പറഞ്ഞാൽ നിങ്ങൾ അവനോട് ഇത് പോയി ചോദിച്ച് അവനെ വെറുതെ ശല്യപ്പെടുത്തും, അതാ പറയാതിരുന്നേന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഫായാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. പിറ്റേന്ന് രാവിലെ ജോയിൻ ടൈപ്പും വീണ്ടും ടീറാക്കിനോട് നിങ്ങൾ എങ്ങനെയാ സെറ്റായത്, നിങ്ങളുടെ ലവ് സ്റ്റോറി പറയുന്നൊക്കെ ഓരോന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം ലീ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. കാരണം ലീക്ക് ഇവൻ പറഞ്ഞതൊന്നും തന്നെ വിശ്വാസമായിട്ടില്ല. എന്നാൽ പോലും ലീ അവനോട് പറയുകയാണ്, ടീറാക്ക് നീ എൻ്റെ ചേട്ടനെ ഇഷ്ടപ്പെടുകയല്ലേ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫായ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് പറ നമുക്ക് 4 പേർ കൂടെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു വേണ്ടടാ, ഇപ്പോൾ അവൻ ബിസി ആയിരിക്കും, അവനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ലീ ചോദിക്കുന്നു, ഡിസ്റ്റർബ് ചെയ്യുന്നു, അതിന് നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യുകയല്ലേ, നീ എന്തായാലും പെട്ടെന്ന് ഫോൺ എടുത്ത് അവന് മെസ്സേജ് അയക്കാൻ നോക്കുന്നു. അങ്ങനെ ടീറാക്കാണെങ്കിൽ മടിച്ച് ഫായ്ക്ക് മെസ്സേജ് അയക്കുന്നു. ഫായാണെങ്കിൽ ആ മെസ്സേജിന് ഓക്കെ എന്ന് റിപ്ലൈ കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ടീറാക്കാണെങ്കിൽ നല്ല സന്തോഷത്തോടെ അവൻ ഓക്കെ എന്ന് പറഞ്ഞെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ജോയ്ക്കും ടൈപ്പിന് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ലീ മാത്രം ടീയെ നോക്കി ഒന്ന് ഇളിച്ച് കാണിച്ചിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ ഒരു ഫായെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ഫായുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പതുക്കെ പറയുകയാണ്, ഫായ എൻ്റെ ഫ്രണ്ട്സിന് എന്തൊക്കെയോ ഡൗട്ടുണ്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റിയെന്ന്. അപ്പോൾ ഫാ പറയുന്നു നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആകണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന്. അപ്പോൾ ഇവർ ഈ സംസാരിക്കുന്ന സമയം അവിടേക്ക് ടൈപ്പും ജോയും വന്നിട്ട് ഫായോട് അവരെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ലീ ആണെങ്കിൽ ഫായെ നോക്കി ഒരുമാതിരി ചിരിച്ചിട്ട് അവനോട് ചോദിക്കുന്നു, നമുക്കൊരു ഡെസേർട്ട് കഴിക്കാനായിട്ട് പോയാലോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു ആ പോകാം, എൻ്റെ കാറിൽ നമുക്ക് പോകാമെന്ന്. അപ്പം ലീ പറയാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, എൻ്റെ കയ്യിൽ ബൈക്കുണ്ട്, ഞാൻ ബൈക്കിൽ വന്നോളാന്ന്. ലീയുടെ പെരുമാറ്റം കണ്ടിട്ട് ഫായ്ക്ക് മനസ്സിലാകുന്നുണ്ട് അവരെ റിലേഷൻഷിപ്പിനെ പറ്റി ഏറ്റവും കൂടുതലും ഡൗട്ടുള്ളത് ലീക്കാണെന്ന്. അപ്പോൾ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൻ മനഃപൂർവ്വം പെട്ടെന്ന് തന്നെ ടീറാക്കിൻ്റെ കൈ പിടിച്ചിട്ട് അവിടെ നിന്നും വിളിച്ചോണ്ട് പോവുകയാണ് അവനെ. അപ്പോൾ അവൻ്റെ പിന്നാലെ ജോയും ടൈപ്പും പോകുന്നുണ്ട്. പക്ഷേ ലീ ആണെങ്കിൽ വീണ്ടും എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ അവരൊരു ഡെസേർട്ട് ഷോപ്പിൽ എത്തിയതുപോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ടീറാക്കിനാണെങ്കിൽ ഫാക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഡെസേർട്ട് ഇഷ്ടമല്ലാത്തതെന്നും അറിയത്തില്ല. അപ്പോൾ അവനാണെങ്കിൽ ഫാക്ക് ഇഷ്ടപ്പെട്ട ഡെസേർട്ടാണെന്നുള്ള രീതിയിൽ അവന് ഇഷ്ടമല്ലാത്ത ഫ്ലേവറിലുള്ള ഒരു ഡെസേർട്ടാണ് ഓർഡർ ചെയ്യുന്നത്. ഇത് കാണുന്ന ലീക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. കാരണം അവനറിയാമല്ലോ അവൻ്റെ ബ്രദറിന് ഏത് ഡെസേർട്ടാണ് ഇഷ്ടമല്ലാത്തതെന്നൊക്കെ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡെസേർട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ആ ഡെസേർട്ട് കിട്ടിയ ഉടനെ പെട്ടെന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവൻ കഴിക്കുന്നത് തന്നെ നോക്കുന്നുമുണ്ട്. കുറച്ച് സമയത്തിന് ശേഷമാണ് അവൻ അത് ശ്രദ്ധിക്കുന്നത്. അവൻ്റെ ഫ്രണ്ട്സ് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ഫായോട് ചോദിക്കുന്നു, നിനക്ക് ഞാൻ ഡെസേർട്ട് കോരി തരട്ടെ എന്ന്. അപ്പോൾ ഫാ പറയുന്നു ഓക്കെ എന്ന്. ഇത് കേൾക്കുന്ന ടീറാക്കാണെങ്കിൽ അവന് കൊടുക്കാൻ തുടങ്ങിയാണ്. പക്ഷേ കൊടുത്തിട്ടും നിർത്തുന്നില്ല, വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പാവം ഫായാണെങ്കിൽ മറുത്തൊന്നും പറയാതെ അത് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ചിരി സഹിക്കാൻ കഴിയാതെയാണ് അവിടെ ലീ ഇരിക്കുന്നത്. അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ സമയം വൈകിയെന്നും പറഞ്ഞ് ജോയും ടൈപ്പും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ്. അപ്പോൾ ഫാ അവർ പോയതിന് ശേഷം ലീയോട് ചോദിക്കുന്നുണ്ട് നമുക്കും പോയാലോ എന്ന്. അപ്പോൾ ലീ പറയുന്നു പോകാനൊക്കെ വരട്ടെ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ആ ഷോപ്പിലെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറയുന്നു. അപ്പോൾ ടീറാക്കാണെങ്കിൽ കുറച്ച് നേരം ചിന്തിച്ചിട്ട് വിക്കി പറയണേ അങ്ങനെയൊന്നും ഇല്ലെന്ന്. അപ്പോൾ ലീ പറയുന്നു ടീറാക്ക് എനിക്ക് നീ കള്ളം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാകും, നീ എപ്പോഴാണോ എന്നോട് നീ ഫായുമായിട്ട് റിലേഷനിലാണെന്ന് പറഞ്ഞത് അപ്പോഴേ എനിക്ക് മനസ്സിലായി അത് കള്ളമാണെന്ന്. അല്ല നീ എന്താ എൻ്റെ അടുത്ത് സത്യങ്ങളൊന്നും പറയാതിരുന്നതെന്നും അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ലീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ടീറാക്കാണെങ്കിൽ അവനോട് എല്ലാ കാര്യങ്ങളും പറയാണ്. അന്ന് നൈറ്റ് ഉണ്ടായ പ്രശ്നവും അത് എനിക്ക് കോളേജിൽ വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നം അങ്ങനെ എല്ലാം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ലീ പറയാണ് നീ എന്നോടിത് പറയാതിരുന്നതിൽ എനിക്ക് വിഷമമൊന്നും ഇല്ല, പക്ഷേ നിങ്ങൾ എന്നോടിത് പറഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കുകയല്ലേ ചെയ്യൂ എന്ന്. അപ്പോൾ ഫാ പറയണേ ഇതൊന്നും തീരുമാനിച്ചത് ടീറാക്കല്ല, എല്ലാം ഞാനാണ് തീരുമാനിച്ചതെന്ന്. അപ്പം ലീ പറയണേ ഞാനിപ്പോൾ പറയാൻ വന്നത് അതൊന്നുമല്ല, ഇപ്പോൾ ഞാനിത് കണ്ടുപിടിച്ചു, ഇതുപോലെ ഒരു ദിവസം എല്ലാവരും ഇത് കള്ളമാണെന്നറിഞ്ഞാലോ, അതുകൊണ്ടായിട്ട് നിങ്ങൾ രണ്ടുപേരും റിയൽ കപ്പിളാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന രീതിയിൽ ആക്ട് ചെയ്യണം. അതായത് രണ്ടുപേരും കുറച്ചുകൂടി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നോക്കണം. അതുപോലെ അന്നെടുത്ത ഫോട്ടോ അല്ലാതെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്താൽ എല്ലാവരും കൂടുതൽ വിശ്വസിക്കാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ ലീ പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും മുകളിലേക്ക് പോയിട്ട് അടുത്തേക്ക് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ എടുത്ത ഫോട്ടോ നോക്കാനായിട്ട് പോകുന്ന സമയത്ത് രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം നോക്കിയതിന് ശേഷം ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് പുറകിലോട്ട് നടക്കുകയാണ്. ഈ സമയം അവനാണെങ്കിൽ വീഴാനായിട്ട് പോകുന്നുമുണ്ട്. അങ്ങനെ അത് കാണുന്ന ഫായാണെങ്കിൽ പെട്ടെന്ന് അവനെ വീഴാതെ പിടിക്കുകയാണ്. ഈ സമയം രണ്ടുപേരും കുറച്ച് നേരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്.
അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഫായുടെ കൈ ഷേക്കാവുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ടീറാക്ക് അവിടെ നിന്ന് എണീറ്റ് മാറിയിട്ട് അവനോട് പറയാണ്, ഫാ ഞാൻ ഒരിക്കലും കരുതിയില്ല നിൻ്റെ ഇങ്ങനെ ഒരു സൈഡ് എനിക്ക് കാണാൻ കഴിയുമെന്ന്. പിന്നെ നിനക്ക് വേദനിച്ചതൊന്നും ഇല്ലല്ലോ, നീ ഓക്കെ അല്ലേന്ന്. അപ്പോൾ ഫാ ആണെങ്കിൽ അവനോട് പറയുന്നു, ഞാൻ ഓക്കെയാണ്, പിന്നെ നിന്നെ നേരെ പിടിക്കാൻ കഴിയാത്തതിന് സോറി എന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ടീറാക്ക് പറയുന്നു, അതൊന്നും സാരമില്ല, പിന്നെ നിൻ്റെ കൈ എന്താ പെട്ടെന്ന് ഷേക്കായതെന്നും അവൻ ചോദിക്കുകയാണ്. അപ്പോൾ ഫാ പറയുന്നു, അത് പിന്നെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനൊന്നും അത്ര എക്സ്പെർട്ടൊന്നും അല്ല ഞാൻ. അതുപോലെ എനിക്ക് ഇതിനു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ഇത്ര ക്ലോസ് ആയിട്ടൊന്നും ഇങ്ങനെ നിന്നിട്ടില്ലെന്ന്. അങ്ങനെ ഫാ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ടീറാക്ക് പറയാണ്, ഞാൻ എന്തായാലും നിനക്ക് ഫീലിങ്സ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് പഠിപ്പിച്ച് തരാം. അതുപോലെ നമ്മൾ രണ്ടുപേരും നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാവരെയും വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടുവരും. പിന്നെ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോവേണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ഫായുടെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. പക്ഷേ ഫായാണെങ്കിൽ അവൻ്റെ അടുത്ത് നിൽക്കാതെ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. ഇത് കാണുന്ന ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫായുടെ അടുത്തേക്ക് പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തതിന് ശേഷം ടീറാക്കാണെങ്കിൽ ഫായുടെ ഫോണിൽ നിന്ന് അവൻ്റെ ഫോണിലേക്ക് ഫോട്ടോസൊക്കെ അയച്ചിട്ട് ചോദിക്കുകയാണ്, നമുക്ക് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്താലോ എന്ന്. എന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയും കാണിക്കുന്നു. അപ്പോൾ ഫാ അത് കണ്ടിട്ട് പറയുന്നു, എനിക്കും ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടു, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ടീറാക്ക് പറയുന്നു, ഓക്കെ എന്ന്. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഒരേ ഫോട്ടോ തന്നെ പോസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ടാഗ് ചെയ്യുന്നുണ്ട്. ഫായാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ടീറാക്കിനെ തന്നെ കുറച്ച് നേരം നോക്കിയിട്ട് ടീറാക്കിനോട് പറയാണ്, നമുക്ക് ലീവ് പറഞ്ഞതുപോലെ ഒരുപാട് സമയം സംസാരിക്കണം, അതിനായിട്ട് നമുക്ക് ഇതുപോലെ പറ്റുന്ന സമയമൊക്കെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ടീറാക്ക് പറയുന്നു, ഓക്കെ എന്ന്. പിന്നെ വീട്ടിലിരിക്കുന്ന സമയം ടീറാക്കാണെങ്കിൽ പോസ്റ്റിന് ഒരുപാട് ലൈക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഫാക്ക് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ ഈ മെസ്സേജ് അയക്കുന്ന സമയം അവനൊരു വീഡിയോ കോൾ വരുന്നുണ്ട്. വീഡിയോ കോൾ ചെയ്തിരിക്കുന്ന അവൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ജോയി ആണെങ്കിൽ ഡെസേർട്ടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ട് ടീറാക്കിനോട് ചോദിക്കുകയാണ്, ടീറാക്ക് നീയല്ലേ പറഞ്ഞത് നീയും ഫായും ഡേറ്റ് ചെയ്യുകയാണെന്ന്, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, കാരണം നീ ഫാക്ക് ഡെസേർട്ട് കോരിക്കൊടുത്ത സമയം നീ ഒട്ടും തന്നെ ഷൈ ആയില്ലല്ലോ എന്ന്. അപ്പം ഇവനാണെങ്കിൽ എന്ത് പറയുമെന്ന് അറിയാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പം ലീ ചോദിക്കുന്നു, നിങ്ങൾ ഡെസേർട്ടൊക്കെ കഴിച്ചതിന് ശേഷം പോയി ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തല്ലേ എന്ന്. അങ്ങനെ അവരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അടുത്ത ദിവസം അവരാണെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്. അപ്പം ലീക്കാണെങ്കിൽ ആ ക്ലാസ് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവൻ ഇപ്പോൾ ഉറങ്ങി വീഴുമെന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആ ക്ലാസ് എടുക്കുന്ന സാറാണെങ്കിൽ അവർക്ക് ഒരു അസൈൻമെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ലിഫ്റ്റിലേക്ക് കയറി പോകാനായിട്ട് നിൽക്കുന്ന സമയം അടുത്ത ഫ്ലോറിൽ നിന്നും ലിഫ്റ്റിലേക്ക് കയറിയാണ്. ഓയെ കണ്ടുടനെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ടീറാക്കിനോട് എന്തോ സംസാരിക്കാനായിട്ടാണ് കയറിയിരിക്കുന്നതെന്ന്. അങ്ങനെ ഇത് മനസ്സിലാക്കി അവരാണെങ്കിൽ അവൻ ടീറാക്കിനോട് സംസാരിക്കാതിരിക്കാനായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് സംസാരിക്കുകയാണ്. അവർ സംസാരിക്കുന്നത് അവരെ അസൈൻമെന്റിനെ പറ്റിയാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ഫോട്ടോസ് എടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ സംസാരിക്കുന്ന വിഷയം മനസ്സിലാക്കിയിട്ട് ഇതാണ് പറ്റിയ സമയം എന്ന രീതിയിൽ ഓയാണെങ്കിൽ ടീറാക്കിനോട് ചോദിക്കുന്നു, ടീറാക്ക് നിന്റെ മൈൻഡിൽ ഏതെങ്കിലും പ്ലേസ് ഉണ്ടോ, ഇല്ലെങ്കിൽ നിനക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് ഫോട്ടോസ് എടുക്കാം, അവിടെ നല്ല വ്യൂ ആണെന്ന്. ഇവനിങ്ങനെ സംസാരിക്കുന്ന സമയം അടുത്ത ഫ്ലോറിൽ നിന്നും ഫാ കയറിയാണ്. ഫായെ കണ്ടുടനെ ഓയുടെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട്. അപ്പം ലീ ആണെങ്കിൽ ഫായെ നോക്കിയിട്ട് നീ ടീറാക്കിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നുള്ള രീതിയിൽ കണ്ണ് കാണിക്കുന്നു. അങ്ങനെ ഫാ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ടീറാക്കിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ്. അപ്പോൾ ഓയാണെങ്കിൽ ടീറാക്കിനോട് വീണ്ടും പറയാണ്, ടീറാക്ക് നിനക്ക് എൻ്റെ കോണ്ടോയിൽ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഫാ ആണെങ്കിൽ ടീറാക്കിനോട് ചോദിക്കുന്നു, നീ കഴിച്ചോ, കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അപ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും അടുത്ത ഫ്ലോറിൽ ഇറങ്ങാനായിട്ട് പോകുന്ന സമയം ഓയോ അവരുടെ പിന്നാലെ ഓടാൻ നോക്കുന്നു. പക്ഷേ ടീറാക്കിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവനെ പോകാൻ സമ്മതിക്കാതെ അവനോട്, ഞങ്ങൾ നിൻ്റെ കോണ്ടോയിൽ വന്ന് ഫോട്ടോസ് എടുത്തോട്ടെ, അത്ര നല്ല വ്യൂ ഉള്ള പ്ലേസ് അല്ലേ, പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അവനിങ്ങനെ ഓടുന്നത് കണ്ടിട്ട് അവരാണെങ്കിൽ ഒരുപാട് ചിരിക്കുന്നുമുണ്ട്. പിന്നെ ഫായും ടീറാക്കും കൂടെ ഒരുമിച്ച് നടക്കുന്ന സമയം ടീറാക്കാണെങ്കിൽ ഫായോട് പറയേണ്, ഞാനിന്നൊരു ഫോട്ടോഗ്രാഫി ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു, അതൊക്കെ കേട്ടിട്ടാണ് അങ്ങനെയൊക്കെ ചോദിച്ചത്, എനിക്ക് അവനോട് എന്ത് ആൻസർ പറയണമെന്ന് പോലും അറിയത്തില്ല, പിന്നെ എൻ്റെ സബ്ജക്റ്റ് സൺസെറ്റാണ്, അപ്പം ഞാൻ കരുതുന്നത് റൂഫ് ടോപ്പിൽ നിന്നുള്ളൊരു നല്ല ഫോട്ടോ എടുക്കണമെന്നാണെന്ന്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഫാ ചോദിക്കുന്നു, അതിന് പറ്റിയ ഏതെങ്കിലും റൂഫ് ടോപ്പ് നിനക്കറിയാമോ എന്ന്. അപ്പം ടീ പറയുന്നു, എനിക്കങ്ങനെ നല്ല വ്യൂ കിട്ടുന്നൊരു റൂഫ് ടോപ്പ് ഒന്നും അറിയത്തില്ല, ഇനി എന്തായാലും ഞാൻ ബേബിനോടാണ് ചോദിച്ചു നോക്കാന്ന്. അപ്പം ഫാ പറയാണ്, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കോണ്ടോയിൽ നിന്ന് ഷൂട്ട് ചെയ്യാം, ബേബു അതുപോലെ അവളെ ഫ്രണ്ട്സൊക്കെ അവിടെ വന്നാണ് ഫോട്ടോസ് എടുക്കാറുള്ളത്, അവിടെ നിന്ന് സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ്, പിന്നെ നിനക്ക് മറ്റെവിടെയെങ്കിലും പോയി എടുക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയെന്ന്. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് ടീറാക്ക് അവനോട് ചോദിക്കുന്നു, അപ്പോൾ ഞാൻ നിൻ്റെ കോണ്ടോയിൽ വന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന്. അപ്പം ഇത് കേട്ടുടനെ ഫായാണെങ്കിൽ സന്തോഷത്തോടെ ടീയോട് യെസ് എന്ന് പറയുന്നുണ്ട്.
പിന്നീട് ഫായും അവൻ്റെ ഫ്രണ്ട്സും ഗ്രൗണ്ടിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഓയും അവൻ്റെ ഫ്രണ്ട്സും വന്നിട്ട് അവരോട് കളിക്കുന്നതൊക്കെ നിർത്തിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എണീറ്റ് പോകാനായിട്ട് പറയുന്നു. അപ്പോൾ ഹിയ ചോദിക്കുന്നു, ഞങ്ങൾ എന്തിനാണ് പോകുന്നത്, അതിന് ഈ ഗ്രൗണ്ട് നിങ്ങളേത് മാത്രമൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ ഓയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പേര് നോക്കിയിട്ട് പറയുന്നു, അതേടാ ഇത് എൻ്റേത് തന്നെയാണെന്ന്. രാത്രി ടീറാക്കാണെങ്കിൽ ഡീപ്പർ കോൺവെർസേഷനെ പറ്റി സെർച്ച് ചെയ്യണേ. എന്നിട്ട് ഫായോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു, നമുക്ക് ലീ പറഞ്ഞ കാര്യം ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് നിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ആ ദിവസം ട്രൈ ചെയ്താലോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു അതൊരു നല്ല ഐഡിയ ആണെന്ന്. അങ്ങനെ രണ്ടുപേരും കുറച്ച് സമയം ചാറ്റ് ചെയ്യണ്. ഫായുടെ മുഖത്ത് ചിരി കണ്ടിട്ട് റിയോ പറയാണ്, ഓ ആളുകൾ ലവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും ചിരിക്കാനായിട്ട് മറക്കില്ലെന്ന്. അങ്ങനെ ഹിയയാണെങ്കിൽ റിയോ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫായാണെങ്കിൽ റിയോയോട് ചോദിക്കുകയാണ്, റിയോ നീ ഇപ്പോൾ ഫ്രീ ആണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അല്ല ഞാനിപ്പോൾ ഫ്രീ അല്ല, എനിക്ക് കുറച്ച് ഡ്രിങ്ക്സ് ഉണ്ടാക്കാനുണ്ടെന്ന്. അങ്ങനെ ഹിയയോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാൻ ഫ്രീ അല്ല, എനിക്ക് കഴിച്ച മീലിൻ്റെ പൈസ പേ ചെയ്യാനായിട്ട് കുറച്ച് വർക്കൊക്കെ ഇവിടെ ചെയ്യാനുണ്ടെന്ന്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന ഫായാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവുകയാണ്. പിന്നെ ടീറാക്കാണെങ്കിൽ ഒരു ജാർ എടുത്തിട്ട് കുറച്ച് നോട്ട്സ് അതിൽ എഴുതിയിടുകയാണ്. ക്യാറ്റ് ഓർ ഡോഗ്, മൗണ്ടൻസ് ഓർ ബീച്ചസ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ എഴുതിയിടുന്നത്. അങ്ങനെ ആ ജാർ നോക്കിയിട്ട് അവൻ പറയണേ, ഈ കളർഫുള്ളായ കാർഡ്സ് ഇതിലേക്ക് ഇട്ടപ്പോൾ ജാർ കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുണ്ടെന്ന്. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് അവർ പറഞ്ഞതുപോലെ ടീറാക്ക് ഫായുടെ അപ്പാർട്ട്മെൻറ്റിലേക്കും ഫോട്ടോ എടുക്കാനായിട്ട് വന്നതുപോലെയാണ്. ആ സ്ഥലം കണ്ടിട്ട് ടീറാക്കിനാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ക്യാമറയൊക്കെ സെറ്റാക്കി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയാണ്. ഇവൻ്റെ സന്തോഷം കണ്ടിട്ട് ഫായ്ക്ക് നല്ല രീതിയിൽ സന്തോഷമാകുന്നുണ്ട്. ഫായാണെങ്കിൽ കണ്ണെടുക്കാതെ ടീറാക്കിനെ തന്നെ നോക്കി ചിരിക്കുകയാണ്. പിന്നെ ഫാ ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നു, ഫാ നിനക്ക് ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടമാണോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, അതെ എനിക്ക് ഡ്രോയിങ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ കുഞ്ഞിലേ മുതലുള്ള ഒരു ഹോബിയാണിതെന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, എനിക്കും ഡ്രോയിങ് നല്ല ഇഷ്ടമാണ്, ഞാൻ ഓരോ കാര്യങ്ങളും ഡ്രോയിങ് ചെയ്ത് വെക്കാറുണ്ട്, അതിലൂടെ ഓരോ ഇൻസിഡൻറ്റും നല്ല രീതിയിൽ എൻ്റെ ഓർമ്മയിൽ കാണുമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ടീറാക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫായാണെങ്കിൽ ടീറാക്കിൻ്റെ പടം വരയ്ക്കുകയാണ്. അങ്ങനെ അവൻ പടം വരയ്ക്കണമെന്ന് മനസ്സിലാക്കിയ ടീറാക്കാണെങ്കിൽ ഓരോ പോസിൽ നിൽക്കുന്നുമുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടീറാക്കാണെങ്കിൽ ഫായുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് ആ ജാർ അടിക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, ഞാനിതിൽ കുറച്ച് കാർഡ്സ് എഴുതി ഇട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല ഇതാണോ ഡീപ് ടാൽക്ക് എന്ന്, എന്നാലും ഞാൻ ഓൺലൈനിൽ കണ്ടത് വെച്ച് പറയുന്നത് ഇത് രണ്ടുപേർക്കിടയിൽ നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണെന്ന്. അപ്പോൾ ഫാ പറയുന്നു, അതെന്തുമാവട്ടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ എന്താണ് ഗെയിം എന്ന് ടീറാക്ക് അവന് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാർഡ് എടുക്കാനായിട്ട് പറയുന്നു. അപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്നത് ബീച്ചസ് ഓർ മൗണ്ടൻസ് ആണ്. അപ്പോൾ ടീറാക്കാണെങ്കിൽ ബീച്ചസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഞാനും എൻ്റെ ഫാമിലിയും പലപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബീച്ച്, പക്ഷേ ഇപ്പോൾ അച്ഛൻ വർക്കിൽ കുറച്ച് ബിസി ആയതുകൊണ്ട് അങ്ങനെയൊന്നും പോകാറില്ല. പിന്നെ എനിക്ക് ബീച്ചിൽ ചെന്നിരിക്കുന്ന സമയം അതിലെ ഓരോ തിരകളും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെയാണ് തോന്നാറുള്ളതെന്നും അവൻ പറയുന്നു. എന്നിട്ട് അവൻ പറയേണ്, ഇനി ഞാൻ നിനക്ക് എന്താണ് ഇഷ്ടമെന്ന് ഗസ് ചെയ്യാന്ന്. എന്നിട്ട് അവൻ പറയേണ്, നിനക്ക് മൗണ്ടെയിൻ അല്ലേ ഇഷ്ടമെന്ന്. അപ്പോൾ ഫാ പറയുന്നു, അല്ല എനിക്കും ബീച്ച് തന്നെയാണ് ഇഷ്ടം, ബീച്ച് എന്നെ ഒരുപാട് റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഒരിടമാണെന്ന്. അങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവർ വീണ്ടും ഗെയിം തുടർന്ന് കളിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നോട്ട്സൊക്കെ എടുത്തതിന് ശേഷം അവസാനം ഫാ ടീറാക്കിനോട് ചോദിക്കുന്നു, ടീറാക്ക് നിനക്ക് എൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അതേ ഇഷ്ടമാണ്, കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് കോൺവെർസേഷൻ ആയിരുന്നു, എനിക്കിതിലൂടെ ഒരു കാര്യം മനസ്സിലായത് നമുക്കിടയിലുള്ള കോൺവെർസേഷൻ നല്ല കംഫർട്ടബിൾ ആണെന്നാണെന്ന്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.